റെഡിൻ്റെ ഒരു വണ്ടി ഞാൻ എടുത്തായിരുന്നു. അത് മണപ്പള്ളി ഷോറൂമിൽ നിന്നാണ്. മണപ്പള്ളി ഷോറൂമിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം ആകുന്നില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പല കംപ്ലൈൻറ്റും അതിന് വന്ന് അത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണ് അവർ ശരിയാക്കി തന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മളത് കൊണ്ടുവന്ന് അവർ വന്ന് ഷോറൂമിലേക്ക് എടുത്തുകൊണ്ട് പോയതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ച് കുറേ ഉടക്കി. ഇപ്പം ഞാൻ 22 വട്ടം ഞാൻ അവരെ വിളിച്ചിട്ട് അവർ കോൾ എടുക്കുന്നില്ല. ഇന്നത്തെ എൻ്റെ ജോലി കളഞ്ഞിട്ടാണ് ഞാനിന്ന് ഈ വണ്ടി എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷേ രാവിലെ തൊട്ട് ഞാൻ അവരെ വിളിക്കുക, അവർ കോൾ എടുക്കുന്നില്ല. നോക്കിയാൽ 22 മിസ് കോൾ 22 കോൾ ഞാൻ വിളിച്ചിട്ടുണ്ട്. 22 കോളിന് റിപ്ലൈ തന്നിട്ട് ഇപ്പോഴും ഞാൻ വിളിക്കാൻ പോവാണ്. അവരെന്തോ പറയുന്നത് നമുക്ക് നോക്കാം. നമ്പർ ഇപ്പോൾ തിരക്കിലാണ്. ഇതാണ് പറയുന്നത്. പക്ഷേ ഒരു വട്ടമാണ് പറയുന്നതിന് നമുക്ക് കുഴപ്പമില്ല. ഇതിപ്പോൾ ഈ മുറയ്ക്ക് നമ്മൾ വിളിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പറയുമ്പോൾ എന്ത് ചെയ്യും? ബെല്ലടിക്കുന്നുണ്ട്. പക്ഷെ കോള് നമുക്ക് കിട്ടുന്നില്ല. നോക്കണേ, വീണ്ടും ഞാൻ വിളിക്കുകയാണ് അവരെ. തിരക്കിലൊന്നും അല്ല, എൻ്റെ നമ്പർ ഇവർ ബിസിയാക്കി വെച്ചിരിക്കുക. ഉണ്ടോ? കാരണം ഇന്ന് ഞാൻ വണ്ടി എടുക്കാൻ ചെല്ലുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. 27 കോളായേ. ഇവർ കോള് എടുക്കുന്നുമില്ല, ഇവർ നമ്മളോട് സംസാരിക്കുന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. കാരണം അമ്മാതിരി പണിയാണ് ഇവർ നമ്മളോട് കാണിച്ചത്. ഇവർ പിന്നെ 55,000 രൂപയ്ക്ക് CC ഇട്ട് വണ്ടി എടുത്തവരാണ് 55,000 രൂപയ്ക്കാണ് വണ്ടി കൊടുത്തിരിക്കുന്നത് റെഡിൻ്റെ. പക്ഷേ ഞാൻ കാശ് കൊടുത്ത് ഞാൻ എടുത്തപ്പോൾ എനിക്ക് 57,000 രൂപയ്ക്കാണ് ഇവർ തന്നിരിക്കുന്നത്. അത് ഓണം കഴിഞ്ഞ് 10 ദിവസത്തിന് ശേഷമാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇവർ നമ്മളോട് കാണിച്ച പണിയല്ലേ. അപ്പോൾ രണ്ടാമത്തെ സർവീസിന് അപ്പോൾ ഇതിൻ്റെ പുറകെ സോക്കേസ് എന്തോ അങ്ങനെ ഏതാണ്ട് സംഭവം ഉണ്ടല്ലോ. എനിക്ക് അതിനെക്കുറിച്ചൊന്നും ശരിക്കറിയില്ല, കാരണം ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരാളല്ല. അപ്പോൾ 31 കോൾ ഞാൻ അവർക്ക് ചെയ്തിട്ടും 31 കോളും അവരെടുത്തിട്ടുമില്ല, റിപ്ലൈ തന്നിട്ടുമില്ല. ഈ വണ്ടിയിടയ്ക്ക് 2-3 വട്ടം നമ്മൾ ഈ സർവീസിന് കൊണ്ടുവന്നപ്പോഴും നമ്മൾ ഈ കംപ്ലൈൻറ്റ് പറഞ്ഞതാണ്. ഇതിൻ്റെ ഷോക്കേസ് ഗിയർ ശരിയല്ല, വണ്ടി കിടന്ന് പടപടാന്ന് അടിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, വണ്ടിയൊക്കെ കറക്റ്റാണ്, നിങ്ങൾക്ക് തോന്നുന്നതാണെന്ന് പറയും. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് വണ്ടി കൊണ്ടുപോയി ഇന്നലെ അവർ വിളിച്ച് പറയുന്നത് അതിൽ കംപ്ലൈൻ്റാണ്, അത് മാറി ഇടണം, കാശ് കൊടുക്കണമെന്ന്. അത് എവിടുത്തെ ന്യായമാണ്? അത് കഴിഞ്ഞിട്ട് ഞാൻ ഷോറൂമിൽ, അതായത് ഹെഡ് ഓഫീസിലാണ്, ഇവരുടെ ഷോറൂമിൻ്റെ ഹെഡ് ഓഫീസിലെ നമ്പർ ഞാൻ ചോദിച്ചപ്പോൾ ഇവർ തന്നത് വേറെ ഷോറൂമിലെ നമ്പറാണ്, ഹെഡ് ഓഫീസിലെ നമ്പർ. പിന്നെ ഞാൻ ഗൂഗിൾ വഴി ഞാൻ അതെടുത്തിട്ട് ഇന്നലെ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യ്, എനിക്ക് ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നോക്കിയപ്പോൾ അങ്ങേറെ ആ നമ്പറിൽ വാട്സപ്പ് ഇല്ല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഷോറൂമിൽ ഞാൻ പോവും, അത് വേറൊരു കാര്യം. ഷോറൂമിൽ ചെന്നിട്ട് പിന്നെയുള്ള ബാക്കി സംസാരം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ച് നോക്കട്ടെ, കിട്ടുമെന്നറിയാം. കിട്ടുന്നില്ല.